ഒരു കൊച്ചു ഗ്രാമം. അവിടെ കുറേ ഗ്രാമവാസികളും അവിടെ ഒരു ചായക്കടയുണ്ട്. ഈ ഗ്രാമവാസികളെല്ലാം ഒത്തുകൂടുന്നത് അവിടെയാണ്. പല പല തൊഴിലുകൾ, പല പല ജോലിക്കും കാര്യങ്ങൾക്കും എല്ലാം അവിടെ വന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ പിരിയുന്നവരാണ്. കൊച്ചുനാരായണൻ പിള്ളയും ഇതിനിടയിൽ ഒരു കൊച്ചു തമാശക്കാരനാണ്. അതുപോലെ തന്നെ കൊച്ചുനാരായണൻ പിള്ളയ്ക്ക് 2 മക്കളാണ്. ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയുമാണ്. മൂത്ത മകൻ പട്ടാളക്കാരനാണ്. മകൾ രാധിക, അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾ പഠിക്കാൻ വളരെ മിടുക്കിയാണ്. സ്കൂളിൽ ആനിവേഴ്സറിക്കൊക്കെ അവൾ നല്ല കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അതിനെല്ലാം നല്ല സമ്മാനങ്ങളും കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ വളയ്ക്കുവാൻ പല കൂട്ടുകാരും പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവൾക്ക് അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവൾക്ക് പഠിക്കണം, ജ്യേഷ്ഠനെ പോലെ പഠിച്ച് നല്ലൊരു നിലയിലെത്തണം എന്നൊക്കെയുള്ള ചിന്താഗതിയായിരുന്നു അവൾക്ക്. പക്ഷേ അവൾക്കൊരു മുറച്ചെറുക്കനുണ്ട്. മുറച്ചെറുക്കനും ആയിട്ട് വല്ലപ്പോഴൊക്കെ കാണും, സംസാരിക്കും. എങ്കിലും അവരൊരു പ്രേമം ഉള്ള രീതി അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളെല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. വീട്ടുകാര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. കൊച്ചുനാരായണൻ പിള്ളയ്ക്ക് മകൻ മാസം തോറും പൈസ അയക്കുന്നത് കൊണ്ട് വീട്ടുകാര്യങ്ങളും വീട്ടു ചെലവുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകും. അതുകൊണ്ട് കൊച്ചുനാരായണൻ പിള്ളയുടെ വട്ടച്ചിലവുകളും അതിൽ തന്നെ നടക്കും. പിന്നെ രാധികയുടെ പഠനവും അങ്ങനെ പോകും. പിന്നെ രാധിക നല്ലൊരു കലാകാരിയായതുകൊണ്ട് പല കലാപ്രവർത്തകരും അവളെ കലാപരിപാടികൾക്ക് വിളിക്കാറുണ്ട്. പക്ഷേ അവൾ പോകാറില്ല. അവൾ സ്വന്തം കാര്യങ്ങളും പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു മകൻ്റെ ഒരു കത്ത് വരുന്നത്. പെട്ടെന്നൊരു യുദ്ധം പ്രഖ്യാപിച്ചു. നാട്ടിൽ വരുവാൻ ഒരു നിവർത്തിയുമില്ല. ചായ കുടിച്ചുകൊണ്ടിരുന്ന കൊച്ചുനാരായണൻ പിള്ളയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. അദ്ദേഹം അപ്പോൾ തന്നെ മരണമടയുകയും ചെയ്തു. ഈ യുദ്ധം നടക്കുന്നത് കാരണം കൊച്ചുനാരായണൻ പിള്ളയ്ക്ക് ശിവപ്രസാദിന് നാട്ടിൽ വരാനും സാധിക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥ. രാധിക ആകെ വിഷമിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തേങ്ങി കരഞ്ഞു. അവളുടെ മുറച്ചെടുക്കാൻ അവൻ വന്നു അവളോട് പറഞ്ഞു, നീ വിഷമിക്കാതിരിക്കൂ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു, എല്ലാം ദൈവവിധി എന്ന് നിശ്ചയിച്ച് സമാധാനിക്കുക. നമുക്ക് ശിവപ്രസാദിനെ വരുത്താനുള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാം. യുദ്ധം അധികകാലം നീണ്ടുപോകുമെന്ന് തോന്നുന്നതില്ല. അത് എത്രയും പെട്ടെന്ന് ശാന്തമാകും. യുദ്ധം ഘോരയുദ്ധം. ജനങ്ങൾക്ക് മരിച്ചു വീഴുന്നു. അടിയും ഇടിയും വെടിയും ഹെലികോപ്റ്ററുകളുടെ കൂമ്പാരങ്ങൾ ചേറിപ്പായുന്നു. അതിഭീകരമായ ഒരന്തരീക്ഷം. അവസാനം ശാന്തം, എല്ലാം ശാന്തമായി. യുദ്ധം ഏകദേശം അവസാനിച്ചു. ശിവപ്രസാദ് നാട്ടിൽ വരാൻ നല്ല ശ്രമം നടത്തി. പക്ഷേ ആ സാഹചര്യത്തിൽ ശിവപ്രസാദിന് നാട്ടിലെത്താൻ കഴിയുമായിരുന്നില്ല. രാധിക സങ്കടവും കണ്ണീരും പിന്നെ പറയുവാൻ ഉണ്ടായിരുന്നത് അവളുടെ മുറച്ചെറുക്കനോട് മാത്രമായിരുന്നു. അവൻ കൂടെ അവിടെ വരുമായിരുന്നു. അവന് മറ്റ് യാതൊരു ദുരിതാശ്വാസവും ഉണ്ടായിരുന്നില്ല. നീ വിഷമിക്കാതിരിക്കുക, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, നിൻ്റെ നിനക്ക് ഒരു വിഷമവും ഒരു പ്രയാസവും ഉണ്ടാവാൻ പോകുന്നില്ല. നീ സമാധാനമായിട്ടിരിക്കുക, നമുക്ക് ശിവപ്രസാദിനെ വരുത്താം. അങ്ങനെയൊക്കെയാണ്. പെട്ടെന്ന് രാധികയുടെ അമ്മയ്ക്ക് അസുഖമായി. അവർ ഹോസ്പിറ്റലിലായി. രാധിക രാവിലെ അമ്മയ്ക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് അവൾ സ്കൂളിൽ പോകും. തിരിച്ചു വരുമ്പോൾ അമ്മയുടെ അരികിൽ വന്നിരിക്കും. രാത്രി അവിടെ തന്നെ അവൾ കഴിച്ചു കൂട്ടും. രാവിലെ വീട്ടിൽ വന്ന് വേണ്ടുന്ന ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് രാധികയുടെ അമ്മ പെട്ടെന്ന് മരണപ്പെട്ടത്. രാധികയുടെ ആ ദുഃഖവാർത്ത ആ പരിസരമാകെ അറിഞ്ഞു. ജനങ്ങളെല്ലാം ഓടിക്കൂടി അവരെ സമാധാനിപ്പിക്കാനും രാധികയെ സമാധാനിപ്പിക്കാനും എത്രയും പെട്ടെന്ന് ടെലഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. ടെലഗ്രാം, ശിവപ്രസാദിന് ടെലഗ്രാം കൊടുക്കണം,
എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുവാൻ വിവരം പറയേണ്ട. വിവരം പറയാതെ എങ്ങനെ വരാൻ പറ്റും? സ്വന്തം അമ്മ മരിച്ചെന്നുള്ള വിവരം അവിടെ അറിയിക്കാതെ അവൻ ലീവ് കിട്ടില്ല. അങ്ങനെ അവർ വിവരം അറിയിച്ചു. അതനുസരിച്ച് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ രാധിക കണ്ടു നട്ടിരിക്കുകയാണ്. സ്വന്തം ഏട്ടൻ്റെ വരവും കാത്ത് തൻ്റെ സങ്കടങ്ങൾ ഏട്ടനോട് പറയുവാൻ അവൾ കാത്തിരിക്കുകയാണ്. ഇരിക്കുകയാണ്. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒരു കാർ വന്നു മുറ്റത്ത് നിന്നു. അതിൽ നിന്നും ശിവപ്രസാദ് ഇറങ്ങി. ശിവപ്രസാദിനെ കണ്ടതും രാധിക ഓടിച്ചെന്ന് ഏട്ടനെ കെട്ടിപ്പിടിച്ചു. ആ നെഞ്ചിൽ തലയടിച്ചവൾ വിലവിളിച്ചു, ഏട്ടാ, അമ്മ പോയി, അച്ഛൻ പോയി, നമുക്കിനി ആരുമില്ല അച്ഛ. സ്വന്തം സഹോദരിയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി ശിവപ്രസാദ് പലതും പറഞ്ഞു. അവളെ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. അവസാനം അവർ എല്ലാ നിലയിലും അവർക്ക് സമാധാനപരമായ ഒരന്തരീക്ഷം ഉണ്ടാവാൻ നാട്ടുകാരും പരിസരവാസികളും എല്ലാവരും ശ്രമിച്ചു. അങ്ങനെ രാധികയുടെ വിവാഹം മുറച്ചിറക്കലുമായി തന്നെ തീരുമാനിച്ചു. അവൻ അവളെ പൊന്നുപോലെ നോക്കുന്നു. ശിവപ്രസാദ് വീണ്ടും അവൻ്റെ ജോലിസ്ഥലത്തേക്ക് പോയി ഇവിടെ അവസാനിക്കുന്നു.